Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പഴംപൊരി ആട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ എന്റേതായ രീതിയിലാട്ടോ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പഴംപൊരി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന 2 ഏത്തപ്പഴം ആട്ടോ. നല്ല വലിയ ഏത്തപ്പഴമാണ്. അതുപോലെ നല്ല പഴുത്തതും കൂടി ആട്ടോ. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു മുട്ട, കുറച്ച് എള്ള്, പഞ്ചസാര, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, ഇത് കലക്കാനായിട്ട് കുറച്ച് വെള്ളം, പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് ഓയിലും വേണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മളിത് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ഒരുപാട് ആയിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കും. അപ്പോൾ കുറച്ചിട്ടേച്ചാൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി അടിച്ചു വച്ചിരിക്കുന്ന ഈ മുട്ടയിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് മൈദയും കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തായാലും വെള്ളം ചേർക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പം മധുരമില്ലാത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പഴംപൊരിക്ക് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പഞ്ചസാര ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല, പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് വേണം നമുക്കിതൊരു തിക്ക് ബാറ്റർ ആയിരിക്കണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആട്ടോ ഇതിന് വേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നമ്മൾ പഴം മുക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്ത് വരണം. അപ്പം നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു റിബൺ കണക്കാണ് അതിൻ്റെ മാവ് വരുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് എള്ളാണ്. എള്ള് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇട്ട് കൊടുക്കാം. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ, അത് നിർബന്ധമില്ല. ഒരു നുള്ള് ഉപ്പ് പറഞ്ഞു. പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അധികം പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഞാൻ എടുത്തേക്കുന്ന പഴത്തിന് നല്ല മധുരമുള്ള പഴം തന്നെയാണ്, അതുകൊണ്ടാണ് കുറച്ചിട്ടേക്കുന്നത് കേട്ടോ. മധുരം കുറവാണെങ്കിൽ കുറച്ച് അധികം ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ എള്ളും കൂടെ ചേർത്തപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. ഇനി ഇത് വറുത്തെടുക്കാം. ഇനി നമുക്ക് പഴം മുറിച്ചെടുക്കാം. പഴത്തിൻ്റെ ഇതിൻ്റെ തലയും വാലും കളഞ്ഞ ശേഷം ഇങ്ങനെ നമുക്ക് തൊലി പൊളിച്ചെടുക്കാം. ഇതിനെ ഞാൻ 2ആയിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ചെറിയ പഴംപൊരി ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുറിച്ചതിന് ശേഷം, എപ്പോഴും പഴംപൊരി കനം കുറഞ്ഞിരിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു പീസിനെ ഞാൻ വീണ്ടും 3 ആക്കിയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 3 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴത്തിനെ ഞാൻ 6 പീസായിട്ടാട്ടോ മുറിക്കുന്നത്. പഴംപൊരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡിലാട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ട് വരണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരി അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് എണ്ണ കുടിച്ചതുപോലെ ഇരിക്കും. അപ്പോൾ അത് അങ്ങനെ വരരുതെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പഴം ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മാവ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ചേക്കുന്ന എണ്ണ ചൂടായിട്ടുണ്ട്. അതാ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പഴം മുക്കിയിട്ട് ഇടാം. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കാം. അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ ഈ ബാറ്ററിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഇതിങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഹീറ്റിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കുറച്ച് വെക്കരുത്, തീ ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ തീ നല്ലൊരു ബാലൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടണം. അപ്പോൾ ഇതിങ്ങനെ മുട്ടിയിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. നമ്മൾ ഇടുമ്പോൾ എന്തായാലും അത് രണ്ടും കൂടെ തമ്മിൽ മുട്ടും. ഇനിയിപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിപ്പോൾ രണ്ട് സൈഡ് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ പഴംപൊരി ഒന്നും മൂക്കാനൊന്നും അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ കട്ടിക്കൊന്നുമല്ല നമ്മൾ മാവ് ചേർത്തേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നത്. ഇതുപോലെയാണ് അത് വരിക്കുന്നത്. ഇനി ഇതൊരു പേപ്പറിലേക്ക് മാറ്റാം. അത് ചില അതിൻ്റെ ഇതുണ്ട്, ഇതിപ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ കറക്റ്റ് പരുവത്തിനാണ് നിൽക്കുന്നത്. നമ്മൾ ഇപ്പം നല്ല ചൂട് നല്ല കറക്റ്റായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല പരുവത്തിനായിട്ടിരിക്കുന്നത്. ഇതിനി നമുക്കൊരു പേപ്പറിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മുരുമുരാന്നുള്ള ചൂട് പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ എള്ളൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട്, പിന്നെ അതുപോലെ മുട്ടയും കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പഴംപൊരിക്ക്. അപ്പോൾ ഇപ്പോൾ ഏത്തപ്പഴത്തിന് നല്ല വില കുറഞ്ഞിരിക്കുന്ന സമയം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്